Who is your God? പരിശുദ്ധതമ ത്രിത്വം. Who is your God? പരിശുദ്ധതമ ത്രിത്വം. പരിശുദ്ധതമ ത്രിത്വം അല്ലെങ്കിൽ മോസ്റ്റ് ഹോളി ട്രിനിറ്റി. CCC which number? 233. 233. 233 ദൈവം ഒരുവൻ മാത്രമേയുള്ളൂ പരിശുദ്ധതമ ത്രിത്വം. ഇംഗ്ലീഷില് The most holy Trinity. For there is only one God. There is only one God. ദൈവം ഒരുവൻ മാത്രമേയുള്ളൂ. Who is that one God? One God. The most holy Trinity. പരിശുദ്ധതമ ത്രിത്വം അല്ലെങ്കിൽ പരമപരിശുദ്ധ ത്രിത്വം. നമ്മൾ പാടിയ ഗീതം, വിശുദ്ധ ഗീതം, ടു ദ മോസ്റ്റ് ഹോളി ട്രിനിറ്റി. പരിശുദ്ധതമ ത്രിത്വത്തോടുള്ള ഒരു പ്രാർത്ഥനയാകുന്ന ഒരു ഗീതം, പ്രേഫുൾ അല്ലെങ്കിൽ പ്രേയിങ് ഹിം. ഏതാണ് ഹിം? പിതാവേ ആരാധന അങ്ങേതായി എന്നെ മാറ്റേണമേ. അപ്പോൾ ഈ ഒരു വിശുദ്ധ ഗീതത്തില്, ഹോളി ഹിമ്മില് ഈ പരമപരിശുദ്ധ ത്രിത്വത്തിന്റെ 3 ക്വാളിറ്റീസ് നമ്മൾ ഓർക്കാം. വിച്ച് അത് 3 ക്വാളിറ്റീസ്? ഒന്ന് ലവിങ്, രണ്ടാമത്തെ ഹോളി, ഹോളി, റോയൽ. CCC 239 239 അവസാനത്തെ ലൈനിൽ പറയുന്നുണ്ട്, മാനുഷിക മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും പ്രഭാവവും മാനദണ്ഡവും ദൈവമാണെങ്കിലും അവിടുന്ന് അവയ്ക്കെല്ലാം അതീതനാണ്. ദൈവം പിതാവായിരിക്കുന്നത് പോലെ മറ്റാരും പിതാവല്ല. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്കൊരു അപ്പനാണുള്ളത്, എനിക്കൊരു പാരൻ്റാണുള്ളത്. ആ പാരൻറ്റിൽ നിന്നാണ് ഞാൻ സ്നേഹം ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കണത്. അങ്ങനെ ആ സ്നേഹം നിറഞ്ഞാണ് എനിക്ക് ബാക്കിയുള്ളവരെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ റിസീവ് ചെയ്യണ ആളാണ് അപ്പം ഫാദർ. അത് ഈശോയിലൂടെയാണ് എൻ്റെ അപ്പനെ എനിക്ക് കിട്ടിയത്. ഈവൻ ഞാനൊരു സൃഷ്ടിയാണെങ്കിലും ആ മാമോദീസായുടെ കൃപാവരത്താൽ കർത്താവ് എന്നെ വീണ്ടെടുത്ത് മകളാവാനുള്ളൊരു ചാൻസ് തന്നു. അപ്പം ആ ചാൻസിൽ ഞാൻ പിടിച്ചിട്ട് എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്നാണ് എല്ലാ സ്നേഹവും വാത്സല്യവും ഒക്കെ ഞാൻ എടുക്കണേ. ബയോളജിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ പാരൻസിലൂടെ ഞാൻ സ്വീകരിക്കുന്ന സ്നേഹവും വാത്സല്യം എല്ലാം പക്ഷെ വരുന്നത് വഴി ഈസ് ഫ്രം അബ ഫാദർ. അവരിലൂടെ ഞാൻ സ്വീകരിച്ച് ഓക്കെ ഇങ്ങനെ എൻ്റെ ഒരു ഹ്യൂമൻ ഫോമിൽ ഒരാളെ കണ്ടു. അപ്പോൾ ആളിലൂടെ എൻ്റെ അബ പിതാവിൻ്റെ സ്നേഹം ഇൻഡയറക്ട്ലി ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാത്സല്യവും സ്നേഹവും അതാണ് സ്ട്രൈക്ക് ചെയ്യണം. എനിക്ക് കാണാൻ പറ്റുന്നവരാണ് ഈ ബയോളജിക്കൽ പാരൻസും സ്പിരിച്വൽ പാരൻസും. ആദ്യം ബയോളജിക്കൽ പാരൻസിലൂടെ ഞാൻ കുറച്ച് സ്നേഹം സ്വീകരിച്ചു. അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി ഇന്നതാണ് സ്നേഹം, ഇന്നതാണ് വാത്സല്യം. അപ്പോൾ അതൊക്കെ ഞാൻ സ്വീകരിച്ച് ഞാൻ കുറച്ച് വലുതായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലുതായി, ബയോളജിക്കലി വലുതായി. പിന്നെ കൂടുതൽ സ്പിരിച്വലായിട്ട് കുറച്ചും കൂടി ദൈവത്തിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഫോക്കസ് ഉള്ളൂ, നിത്യത. ഇല്ല, ഇപ്പോഴും ഫോക്കസ് അവിടെ തന്നെ, പക്ഷെ അവിടെ എത്തിയിട്ടില്ല, ഒരു യാത്രയിലാണ്. അപ്പൊ ആ യാത്രയുടെ ഒരു തുടക്കത്തില് ഇപ്പോ സ്പിരിച്വൽ പാരൻസിനെ കിട്ടി. അപ്പൊ ആ പാരന്റിലൂടെ ഞാനിപ്പോ അബാപിതാവിന്റെ സ്നേഹം അപ്പോഴും സ്വീകരിക്കുന്നത് അബാപിതാവിന്റെ സ്നേഹം തന്നെയാണ് ത്രൂ ദം. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈശോ ഹോളി റോയലോട് അങ്ങനെ പോയി എൻ്റെ അബാപിതാവിന്റെ കയ്യിൽ. ഇവിടെ 239 ലാസ്റ്റ് സെന്റൻസ് അല്ലേ പറഞ്ഞു? അതില് തുടക്കത്തില് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ 2 പ്രധാന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ ദൈവത്തിനെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പനാണ് പിതാവാണെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 കാര്യമാണ്. ഒന്ന്, പിതാവ് എന്ന നിലയ്ക്ക് ഒരു അധികാരം ഉണ്ടാവും, ഒരു അധികാരം. രണ്ടാമത്തെ സ്നേഹം. ശരിക്കും ഈ അധികാരവും സ്നേഹവും ഒരുമിച്ച് പോകേണ്ടതാണ്.
പക്ഷെ കുറേ ഹ്യൂമൻ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ രണ്ടും രണ്ടാക്കി വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അധികാരം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പേടി, അവിടെ ഒരു ഡിസ്റ്റൻസ്, അവിടെ ഒരു ഗൗരവം. സ്നേഹം എന്ന് പറയുമ്പോൾ ടു മച്ച് ടെൻഡറാണ്, എല്ലാ സമയത്തും ഇങ്ങനെ തലോടി തഴുകി എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യണം. പക്ഷെ പിതാവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നതാണ് സർവാതിശായിയായ അധികാരം. ഒരു പരമോന്നത അധികാരമുണ്ട് പിതാവ്, ഒരു അധികാരം. ഓക്കെ, കാരണം എന്താ? ആ അധികാരം എന്തുകൊണ്ടാണ്? സർവത്തിൻ്റെയും പ്രഥമ പ്രഭവമാണ് പിതാവ്. അപ്പൊ എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്, എല്ലാറ്റിൻ്റെയും ഒറിജിൻ പിതാവിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ഒരു അധികാരം. രണ്ടാമതായിട്ട് ഈ സ്നേഹം, സ്നേഹഭാജനം, സ്നേഹ ജാഗ്രത. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ജാഗ്രത തന്നെ വരും. നമുക്ക് ജാഗ്രത ഇല്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? സ്നേഹം അല്ലെ? ഒരു അമ്മയും കുഞ്ഞിനോടുള്ള സ്നേഹത്താൽ കുഞ്ഞ് എങ്ങോട്ട് പോകണം, കുഞ്ഞിന് അപകടം വരും, ഒരു ജാഗ്രത ഓട്ടോമാറ്റിക്കലി വരും. സ്നേഹം ഇല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ പരമപരിശുദ്ധ തൃത്വത്തിലെ പിതാവായ ദൈവത്തിന് ഒരു സുപ്രീം അതോറിറ്റി ഉണ്ട്. അതേസമയം നമ്മളിലേക്ക് ഒഴുക്കുന്ന സ്നേഹവാത്സല്യമുണ്ട്. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ടുള്ള പയറ്റി, ഭക്തി, അതിലെന്താ നമ്മൾ കണ്ടത്? ഈ പിതാവിൻ്റെ ടെൻഡർ ആൻഡ് ടഫ് ലവ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവർക്കും അത് കൊടുക്കുന്നു. ടഫ് മാത്രമല്ല, എന്നാൽ ടെൻഡർ മാത്രമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസ്. അതുകൊണ്ടാണ് ഈ പരമപരിശുദ്ധ തൃത്വത്തിൻ്റെ ആ കൂട്ടായ്മയിൽ ഈ ഒരു ബാലൻസ് ഉണ്ടാവാനുള്ള ഒരിതാണ്. നമ്മുടെ മാനുഷിക കൂട്ടായ്മയിൽ എപ്പോഴാണ് ഈ ബാലൻസ് തെറ്റുന്നത്? എപ്പോഴാണ് എല്ലാം ഇങ്ങനെ എന്താ പറയുക, ബാലൻസ് തെറ്റിയിട്ട് ഇങ്ങനെ ഷേക്കി ആയിട്ട് പോകാൻ കാരണം എന്താ? ഈ രണ്ട് കാര്യങ്ങളുടെയും ഒരു ബാലൻസ് മിസ്സാവുന്നു. ഈ രണ്ട് കാര്യങ്ങളുടെയും ടഫ്നെസ്. ഈശോയോട് കുറച്ച് പേര് ചോദിച്ചില്ലേ, ഈശോയോട് എന്താ അധികാരത്തിലാണ് ഇത് ചെയ്യണം? അപ്പോൾ പിതാവ് ഞാനിപ്പോൾ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതോറിറ്റി കാണിക്കാൻ, ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കുന്നതാണോ? അല്ല. ഈ അധികാരത്തിൻ്റെ അടിസ്ഥാനം എന്താ? പിതാവായ ദൈവത്തിന് ഒരു അധികാരം ഉണ്ടെന്ന് പറയും. അതെവിടുന്നാണ് വരുന്നത്? ഇപ്പോൾ ബയോളജിക്കൽ പേരൻസിൻ്റെ കാര്യം എടുത്താൽ അവർ കുട്ടികളുടെ മേലൊരു അധികാരം, ഇങ്ങോട്ട് വേണം, അങ്ങോട്ട് പോ, നീ ഇതെടുക്കണ്ട അതെടുക്കണ്ട, ഒരു അധികാരം ഉപയോഗിക്കും. എന്തുകൊണ്ടാണ്? അവരുടെ നന്മ ആഗ്രഹിക്കുന്നു. അതായത് സത്യത്തിൽ നിന്നാണ് ഈ അധികാരം വരിക. സത്യം എന്താ? ഞാനാണ് നിന്റെ അപ്പൻ, ഞാനാണ് നിന്റെ അമ്മ എന്നുള്ള ആ സത്യത്തിൽ നിന്ന് വരുന്ന അധികാരമാണ്. അല്ല, വേറെ വല്ലവരും മക്കളാണെങ്കിൽ ഇത് അധികാരം ഉപയോഗിക്കാൻ പോകും. സത്യം എന്താണ്? എല്ലാവരും അല്ലെ, സർവത്തിൻ്റെയും പ്രഥമ പ്രഭവമാണ്. ഇംഗ്ലീഷിൽ എന്താ? The first origin of everything. The first origin of everything. പിതാവാണ് എല്ലാറ്റിനെയും ഒറിജിൻ. ഉള്ളിൽ നിന്ന് വരുന്ന ആ അധികാരം, അതിനോട് കൂടിച്ചേർന്ന സ്നേഹമാണ് നിലനിൽക്കുള്ളൂ. പിതാവ് എല്ലാവരുടെയും പിതാവാണ് എന്നുള്ളതൊരു സത്യമാണ്. ആ സത്യത്തിൽ നിന്ന് ഒരു അധികാരം വരുന്നു, ആ സത്യത്തിൽ നിന്ന് സ്നേഹം വരുന്നു, അല്ലേ? റിയാലിറ്റിയാണ്. അപ്പോൾ സ്നേഹം വരും. നമ്മളിങ്ങനെ കുറച്ച് നാൾ അഭിനയിച്ചു നടന്നു, ഞാൻ നിന്റെ അപ്പനല്ല എന്നാലും അപ്പനായിട്ട് അഭിനയിക്കാം കുറച്ച് നാൾ. അങ്ങനെ അഭിനയിച്ച ഈ സ്നേഹം വരുമോ? ഈ അധികാരം വരുമോ? എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കോട്ടെ. അപ്പോൾ അതാണ്. അപ്പോൾ ദൈവം പിതാവായിരിക്കുന്നത് പോലെ മറ്റാരും പിതാവല്ല എന്ന് അവിടെ പറയുന്നു. ദൈവം പിതാവായിരിക്കുന്നത് പോലെ മറ്റാരും പിതാവല്ലാത്തത് ഈ രണ്ട് കാരണങ്ങളാൽ. ഒന്ന് ആ ഒരു അധികാരം, രണ്ടാമത്തെ ആ ഒരു സ്നേഹം. ഇത് രണ്ടും എങ്ങനെ വരുന്നു? എന്താണ് സത്യം? പിതാവിനേക്കാളും മുമ്പ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതാണ് സത്യം.
ചില സയന്റിസ്റ്റും നിരീശ്വരവാദികളും കണ്ടുപിടിക്കാൻ പോകും ഈ പിതാവായ ദൈവത്തിന് മുമ്പ് ആരാണ് ഉണ്ടായിരുന്നുണ്ടാവുക. ഏത് സാധാരണ ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് പിതാവായ ദൈവത്തിന്റെ അപ്പുറത്ത് നമുക്കൊരു ടെൻഡൻസി തരുന്നു. അപ്പൊ എന്തായി, നമ്മളൊരു അൺട്രൂത്തിലാണ്. അപ്പൊ മെയിൻ കാര്യം ഇതാണ്, സത്യവാനായ സത്യസ്വരൂപനായ ദൈവം. CCC 2:3-9 തന്നെ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ സെന്റൻസില് ദൈവത്തിന്റെ പിതൃവാത്സല്യം മാതൃത്വത്തിന്റെ പ്രതീകത്തിലൂടെയും പ്രദർശിപ്പിക്കാനാവും. ദൈവം പുരുഷനുമല്ല സ്ത്രീയുമല്ല. അപ്പൊ നമുക്കാണ് ഈ പുരുഷനും സ്ത്രീ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. CCC 369 ഹെഡിങ് നോക്കിയാൽ അതിന്റെ മെയിൻ ഹെഡിങ് പുരുഷനും സ്ത്രീയുമായി അവിടുന്ന് അവരെ സൃഷ്ടിച്ചു. അല്ലെ, പുരുഷനും സ്ത്രീയായിട്ട് സൃഷ്ടിച്ചു. കാരണം ഒരാൾക്ക് ദൈവത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷങ്ങളും ഗുണഗണങ്ങളും അങ്ങനെ ഉൾക്കൊള്ളാനോ പ്രകടിപ്പിക്കാനോ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് പുരുഷന് സ്ത്രീയായി സൃഷ്ടിക്കുമ്പോൾ പുരുഷന് ചില മാസ്കുലൈൻ ക്വാളിറ്റീസ്, സ്ത്രീക്ക് ഫെമിനൈൻ ക്വാളിറ്റീസ്. അപ്പൊ ഇതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചത്. CCC 355 സ്ത്രീയും പുരുഷനുമായി അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ദൈവം സ്ത്രീയും പുരുഷനായിട്ട് സൃഷ്ടിച്ചത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ, നമ്മുടെ ഒരു മെന്റാലിറ്റി ഉണ്ട്, സ്ത്രീ പുരുഷൻ, അമ്മ അപ്പൻ, അമ്മയുണ്ടെങ്കിൽ അപ്പം വേണം, അപ്പനുണ്ടെങ്കിൽ അമ്മ, സഹോദരി സഹോദരൻ, ഭാര്യ ഭർത്താവ്, സ്ത്രീയും പുരുഷൻ, അങ്ങനെ ഒരു മെന്റാലിറ്റി നമുക്കുണ്ട്. അപ്പൊ നമ്മള് അത് കുഴപ്പമില്ല. ഈ ഭൂമിയിലുള്ള ആൾക്കാരെ പറ്റിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലേ. ഇത് നമ്മള് ദൈവത്തിനും അത് ആട്രിബ്യൂട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ദൈവം അപ്പനാവും അമ്മയാവും, ദൈവം പെണ്ണാണോ ആണാണോ, ഹീന പറയണ്ട ഷീന പറയണ്ട. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ പുരുഷനെ സ്ത്രീയായി സൃഷ്ടിച്ചു. ദൈവം പുരുഷനുമല്ല സ്ത്രീയുമല്ല, ദൈവമാണ് അവിടുന്ന്. അത്രേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെടും ചില സമയം പറയാം ദൈവമാണ്, ഓക്കെ ദൈവമാണെന്ന് അറിയാം, ഇനിയിപ്പോ ഹീന പറയണ്ട ഷീന പറയണ്ട. ഇവിടെ കൃത്യം പറയാണ് ദൈവം പുരുഷനുമല്ല സ്ത്രീയുമല്ല, ദൈവമാണ് അവിടുന്ന്. മാനുഷിക മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും പ്രഭവവും മാനദണ്ഡവും ദൈവമാണെങ്കിലും അവിടുന്ന് അവയ്ക്കെല്ലാം അതീതനാണ്. അപ്പൊ നമുക്ക് ഈ പരമപരിശുദ്ധ ദൈവത്തിനെ എങ്ങനെ കാണണം എന്നുള്ളതാണ്. എങ്ങനെ കാണണം, നമ്മളിപ്പോൾ തന്നെ കണ്ടു, ഒരു ദൈവമുള്ളൂ, ഒരു ദൈവം. ആ ഒരു ദൈവം പരിശുദ്ധ തമതൃത്വം. അപ്പൊ ഈ ദൈവത്തിന് നമ്മൾ എങ്ങനെയാ നോക്കി കാണണ്ടേ എന്നുള്ളതാണ്. വാട്ട് ഷുഡ് ബി ആ പെർസെപ്ഷൻ. ഈ പരമപരിശുദ്ധ ത്രിത്വത്തെ എങ്ങനെ നോക്കി കാണണം? സ്ത്രീയാണോ? അല്ല. പുരുഷനാണോ? അല്ല. എങ്ങനെ നോക്കി കാണണം? എങ്ങനെ നോക്കി കാണണം? അത് തിയറി. ഈ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം സ്ട്രോങ് അല്ലാത്തതിന്റെ കാരണം ഇതാണ്. നമുക്ക് കാഴ്ച തന്നെ ഇല്ല, ദൈവത്തിനെ നമ്മൾ നോക്കണില്ല, ഒരു ബന്ധമില്ല. അതായത് നമ്മളിങ്ങനെ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വേറൊരാളായിട്ടുള്ള ബന്ധം. ഇപ്പൊ ഞാനും വേറൊരാളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൽ ഞാൻ അയാളെ എങ്ങനെ നോക്കി കാണുന്നു അതിനനുസരിച്ചായിരിക്കും അയാളുമായിട്ടുള്ള ബന്ധം. യെസാണോ? ഇപ്പൊ നിങ്ങൾ എന്നെ എങ്ങനെ നോക്കി കാണുന്നു അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് എന്നോടുള്ള ബന്ധം. അപ്പൊ ഈ ദൈവത്തിനെ എങ്ങനെയാ നോക്കി കാണണ്ടേ? ചിലപ്പോൾ നമ്മളോട് സ്നേഹം വാത്സല്യം, ദൈവം എന്നോട് സ്നേഹം കാണിക്കും, സ്നേഹം. അപ്പൊ ഈ ഏക ദൈവത്തെ എങ്ങനെ നോക്കി കാണണം? എങ്ങനെ നോക്കി കാണണം? പുരുഷനല്ല, സ്ത്രീയല്ല, എന്റെ സൃഷ്ടാവ്, എന്റെ മേക്കർ. ഇതൊക്കെ ഹാർട്ടിൽ നിന്ന് വരുന്ന ആൻസേഴ്സ് ആണ്. അപ്പനായിട്ടാണ് നോക്കുമ്പോ ദൈവത്തിനോടും നമുക്കുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കും? ഞാൻ നേരത്തെ 2 കാര്യം പറഞ്ഞു, അധികാരവും സ്നേഹം. എങ്ങനെ നോക്കി കാണണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ ഒരു കാര്യം ശരിയല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ലാണ്ട് പോണേ. സാധാരണ ഹ്യൂമൻ എക്സാമ്പിൾസ് എടുക്കുക. ഒരാളെ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു,
എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അനുസരിച്ചിട്ട് ബന്ധം. ഈ രണ്ട് കാര്യം എങ്ങനെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ കാണുന്നു, വാട്ട് ഈസ് യുവർ കാഴ്ചപ്പാട്, എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. ഈ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഈ ആള് എൻ്റെ നന്മ മാത്രമേ ആഗ്രഹിക്കണുള്ളൂ, ഇയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ആളെ സുഹൃത്തായിട്ട് എടുക്കും. ഇപ്പോൾ പേനയുടെ എക്സാമ്പിൾ തന്നെ, ഇതിനോടൊരു സ്നേഹം തോന്നിയത് കൊണ്ടാണ് ഇതെനിക്ക് കയ്യിൽ പിടിക്കണം, അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എഴുതണം, ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്, പേന അല്ലെങ്കിൽ വാങ്ങുന്നത്. പക്ഷെ എന്നോട് ചേർത്ത് നിർത്താൻ, എൻ്റെ കൂടെ നിർത്താൻ, ആ വലിയൊരു സ്നേഹത്തിൻ്റെ അടുത്ത് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ കൊച്ചു ഉപകരണത്തിന് ദൈവത്തിന് മനുഷ്യന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് ദൈവത്തിന് കിട്ടണില്ല. പക്ഷെ അത് മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും ദൈവത്തിന് കൊടുക്കാൻ പറ്റണ അത്രയും ആ ദൈവത്തിന് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഒരു റിയാലിറ്റി. ഗോഡ് ഗീവ്സ് ദ ഗ്രേസ് ദാറ്റ് ഹ്യൂമൻ ക്യാൻ ഗീവ് സംതിങ്. ഗ്രേസ് തന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും സന്തോഷവാനായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും സ്നേഹം റിസീവ് ചെയ്യാൻ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഈ എന്നെ തന്നെ ക്രിയേറ്റ് ചെയ്ത ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്തപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹിച്ച് 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 ആ സ്നേഹം ഇനി എവിടേക്കാ കവിഞ്ഞൊഴുകിയിട്ട് ആ സ്നേഹം തോറും കൂടൂല്ലേ, മൾട്ടിപ്ലൈ ചെയ്തു. ഉണ്ടല്ലോ, അങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചത്. എന്നിട്ട് എനിക്ക് ദൈവത്തിനെ ആരാധിക്കാനും സ്തുതിക്കാനും ആഗ്രഹം ഉള്ളിൽ തന്നെ ഉണ്ട്. കപ്പിൾസിനെ എടുത്തോ, അവര് സ്നേഹത്തോടെ അവർ കല്യാണം കഴിക്കും, ഗെറ്റ് മാരീഡ്. and ആ സ്നേഹം കൂടുമ്പോഴാണ് they want to share it. രണ്ട് തരത്തില് കുട്ടികൾ ഉണ്ടാവാനായിട്ട് വരാം. ചിലർ ഇങ്ങനെ പ്ലാൻ ചെയ്യും, നമുക്ക് കുട്ടികൾ ഉണ്ടാവണം കേട്ടോ, അപ്പൊ നമ്മളിങ്ങനെ ഒരുമിച്ച് വരണം, അപ്പൊ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച്. അതല്ല കറക്റ്റ് വേ അല്ലേ? കപ്പിള് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മൂത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്ത് സ്നേഹം പ്രകടിപ്പിച്ച് ആ സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ. അപ്പോൾ ദൈവം ഈ ഒരു കാര്യം മനുഷ്യരെ ഏൽപ്പിച്ചത് എന്തിനാ? വിവാഹം എന്ന കൂതാശയും ഈ കാര്യമൊക്കെ ദൈവത്തിൻ്റെ ആ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാക്കാൻ, നമ്മളോട് പറയാൻ, ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. ഇത് നിങ്ങൾക്ക് സ്നേഹിച്ച് സ്നേഹം ആ സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് നടക്കുകയാണ്. സ്നേഹം കൊണ്ട്, അതിവിടെ CCC സ്നേഹം കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. God creates by wisdom and love. അതായത് 295 വിസ്ഡം ആൻഡ് ലവ്. അപ്പോൾ ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? രണ്ട് കപ്പിൾസിൻ്റെ അടുത്തോ, ഒരു കപ്പിള് നമുക്ക് കുട്ടികളൊക്കെ വേണമല്ലോ, അപ്പോൾ എപ്പോൾ വേണം കുട്ടികളെ, അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്താൽ കുട്ടികൾ ഇന്ന സമയത്ത് കിട്ടും, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലരങ്ങനെയല്ല, പരസ്പരം സ്നേഹിച്ച് ആ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് ജന്മം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം സ്നേഹിച്ച് പറഞ്ഞില്ല, ആ ഒരു സ്നേഹ കൂട്ടായ്മ സ്നേഹിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മനുഷ്യന് രൂപം ഇങ്ങനെ കൊടുത്തു. സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ചായലും 21:26 അല്ലേ, നമുക്ക് നമ്മുടെ ചായലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചാലോ. ആ സ്നേഹം ഇങ്ങനെ കുമിഞ്ഞ് വരുന്ന, അങ്ങനെ മനുഷ്യന് രൂപം കൊടുക്കാൻ സൃഷ്ടിക്കുകയാണ് മനുഷ്യൻ. അപ്പോൾ അതാണ് പിതാവ് എന്ന് പറയുമ്പോൾ എന്താ? സ്നേഹത്തിൽ ജന്മം കൊടുക്കുന്നവനാ, സ്നേഹിച്ച് ജന്മം കൊടുക്കുന്നവനാ പിതാവ്. സ്നേഹിച്ച് അസ്തിത്വം കൊടുക്കാൻ, സ്നേഹിച്ച്